വെൽക്കം ബാക്ക് ടു ലൈഫ് കെമിസ്ട്രി. അപ്പൊ നോക്കി ഇവിടെ കുറച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട് അല്ലെ. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരാ. ഫസ്റ്റ് തന്നിട്ടുള്ള ആൾക്കാരാരാ? തെർമൽ ഫ്ലാസ്കുകളാണ് അല്ലെ. എന്താണ് തെർമൽ ഫ്ലാസ്ക്? നമ്മൾ ഹോസ്പിറ്റൽസിലായാലും വീടുകളിലൊക്കെ ആയാലും വെള്ളം നമ്മൾ ചൂടാക്കിയാൽ അത് കുറേ സമയം ഹോട്ട്നെസ്സോട് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? തെർമൽ ഫ്ലാസ്കുകൾ എന്ന് പറഞ്ഞാൽ അല്ലെ. ഈ ഫ്ലാസ്ക് ഗുഡ് കണ്ടക്ടർ ആണോ ബാഡ് കണ്ടക്ടർ ആണോ ആവേണ്ടത്? ഗുഡ് കണ്ടക്ടർ അല്ലേ. കാരണം നമ്മൾ അതിൽ വെച്ചിട്ടുള്ള വെള്ളം നമുക്ക് കുറേ സമയം ചൂടോടെ കിട്ടണം. അപ്പൊ അവർ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? ഗുഡ് കണ്ടക്ടർ അഥവാ സുജാലങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാവണം. ഇനി നോക്കിയതാരാ? ഇലക്ട്രിക് കെറ്റിൽ അല്ലെ. കെറ്റിലുകൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വെള്ളം ചൂടാക്കാനാണ് എടുക്കുന്നത്. അപ്പൊ ഈ വെള്ളം ചൂടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചൂടാവണം എന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാവണം? ഗുഡ് കണ്ടക്ടർ കൊണ്ട് ഉണ്ടാക്കിയതാവണം. എന്നാൽ അതിന്റെ ഹാൻഡിൽസ് എന്തായാൽ മതി? ബാഡ് കണ്ടക്ടർ കൊണ്ട് ഉണ്ടാക്കിയതായാൽ മതി. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുക്കിംഗ് യൂട്ടൻസിൽസ് അല്ലെങ്കിൽ കുക്കിംഗ് പോട്ട് ആവട്ടെ, കുക്കിംഗ് വെസൽസ് പാത്രങ്ങളാവട്ടെ, അവർ എന്തുകൊണ്ടായിരിക്കണം? ഗുഡ് കണ്ടക്ടർ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ കൈകൾ ഇതേപോലത്തെ പിടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്, ഹാൻഡിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാവണം? ബാഡ് കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാവണം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വളരെ എളുപ്പത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ആര്? പ്രഷർ കുക്കർ അല്ലെ. പ്രഷർ കുക്കറിൽ ഏകദേശം 120 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെയുള്ള ടെമ്പറേച്ചർ. അപ്പൊ ഒന്ന് ആലോചിച്ചൊക്കെ, അത്രയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഫുഡ് കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താവണം? നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കണം. അതുപോലെ ഒരു ഫ്രൈങ് പാൻ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊരിക്കാനൊക്കെ എടുക്കുന്ന, ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന പാനുകളുടെ ഒക്കെ എന്താ പാത്രങ്ങൾ ഗുഡ് കണ്ടക്ടർ ആവണം. എന്നാൽ അതിന്റെ ഹാൻഡിൽസ് എന്താവണം? ബാഡ് കണ്ടക്ടർ കൊണ്ടായിരിക്കണം, ഇൻസുലേറ്റർ കൊണ്ട്, കുജാലങ്ങൾ കൊണ്ടായിരിക്കണം ഉണ്ടാക്കേണ്ടത് അല്ലെ. അപ്പൊ നോക്കിയേ, ഒരേ വെസലിൽ തന്നെ, ഒരേ പാത്രങ്ങളിൽ തന്നെ ഇവിടെ എന്ത് കണ്ടു? ഗുഡ് കണ്ടക്ടേഴ്സും ബാഡ് കണ്ടക്ടർ അഥവാ പുവർ കണ്ടക്ടേഴ്സും നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു അല്ലെ. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുത്തൂടെ? എന്തുകൊണ്ടാണ് കുക്ക് വെയർ മെറ്റൽ ബോഡി കൊണ്ടും നന്നായിട്ട് ഹീറ്റ് കണ്ടക്ടർ കൊണ്ടും അതുപോലെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ബാഡ് കണ്ടക്ടർ ആയിട്ടുള്ള ഹാൻഡിൽസ് ഉപയോഗിക്കുന്നത്? പറഞ്ഞൂടെ? ഫുഡ് വളരെ എളുപ്പത്തിൽ കുക്കാവാൻ വേണ്ടിയിട്ടാണ് അവിടെ മെറ്റൽസ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ തന്നെ വളരെ പെട്ടെന്ന് ചൂടില്ലാതെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് ഉപയോഗിച്ചത്? പൊള്ളാതിരിക്കാൻ സേഫ്റ്റി കാരണമാണ് അവിടെ ബാഡ് കണ്ടക്ടർ ആയിട്ടുള്ള റബ്ബർ കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ഒക്കെയുള്ള ഹാൻഡിൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. then നോക്കിയേ, തെർമൽ ഫ്ലാസ്കിന്റെ ഉൾവശത്ത് നല്ല ഗുഡ് കണ്ടക്ടർ ആണ്, പുറത്ത് നമ്മൾ പിടിക്കുന്ന ഭാഗം ബാഡ് കണ്ടക്ടർ ആണ്. കാരണം കൈ പൊള്ളി പോവാതിരിക്കാൻ. ഇലക്ട്രിക് കെറ്റിലുകളുടെ കാര്യം പറഞ്ഞു, പ്രഷർ കുക്കറുകളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരേ പാത്രങ്ങളിൽ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പിടികൾ അല്ലെങ്കിൽ ഹാൻഡിൽസ് ഒക്കെ ബാഡ് കണ്ടക്ടർ കൊണ്ടും അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഗുഡ് കണ്ടക്ടേഴ്സ് കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്.